ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കണ്ടെത്തലുകൾ പഠിച്ചു. ആ കണ്ടെത്തലുകൾ വ്യവസായവൽക്കരണത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നേരെ പോകുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു മേഖലയിലേക്കാണ്. കാരണം ഇത് രണ്ടും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വ്യവസായത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ പ്രതീകങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ട ചില ഘടകങ്ങളാണ് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും. നമ്മൾ കഴിഞ്ഞൊരു ഭാഗത്തിൽ എവിടെയോ പറഞ്ഞിരുന്നൊരു ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത. അതിൽ തന്നെ റോഡ് മാർഗത്തിനേക്കാൾ എളുപ്പം ജലമാർഗത്തിലൂടെയുള്ള, കടൽ മാർഗത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ചീപ്പർ എന്നും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഒരേ സമയം കൊണ്ടുപോകാനുള്ള സാധ്യതയും അതിനാണ് കൂടുതലെന്നും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും മികച്ച മേഖലയെ കണ്ടെത്താൻ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലായാലും കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. ഒരു റോ മെറ്റീരിയലിൻ്റെ ഒരു ഷിപ്പ് വരുന്നുണ്ടെങ്കിൽ ആ ഷിപ്പ് തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ അതിൽ കയറ്റി വിടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇനി അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഷിപ്പ് പോയിട്ട് ആ ഷിപ്പ് അവിടെ എത്തിയിട്ട് പറയുന്നതിനേക്കാൾ വേഗത്തിൽ ആശയവിനിമയം നടത്താനായിട്ട് കഴിയണം. അപ്പോൾ ആ ഒരു ആശയവിനിമയത്തിൻ്റെ ആ ഒരു താല്പര്യം, പിന്നെ സീയിലൂടെയാണ് കപ്പലുകൾ വരുന്നത്. ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതറിയിക്കാനായിട്ടൊരു മാർഗം കണ്ടെത്തണം. ആ കപ്പൽ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തിയെങ്കിൽ അതറിയിക്കാനായിട്ടൊരു സാധ്യത വേണം. അപ്പോൾ ഈ സാധ്യതകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ saw a dramatic improvement in transport and communication. The process of industrialization largely depends upon the availability of facilities for the transportation of raw materials and production goods. Hence, a revolution in the field of transport and communication was necessary, like to the revolution in production. The transport revolution first occurred in the field of construction of roads and canals. Jack Metcalfe, Thomas Telford and John McAdam developed better roads with firm foundation, drainage and a smooth surface. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ, അത് ഡെവലപ്പ് ചെയ്യാതെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സാധ്യമല്ലെന്നും, ഒരു എന്താ പറയുക, സാധനങ്ങളുടെ കൈമാറ്റം വളരെ വലിയ രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കൺസ്ട്രക്ഷൻ ഓഫ് ബെറ്റർ റോഡ്സും അതുപോലെ തന്നെ ബെറ്റർ കനാൽസ്. കനാലുകൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കരയിലൂടെയുള്ള സാധനങ്ങളുടെ കൈമാറ്റത്തേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും ഒപ്പം തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലും ചെയ്യാനായിട്ട് നമുക്ക് ജലമാർഗം സാധിക്കുമെന്നുള്ളത് കൊണ്ട് അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലുകൾ ഉണ്ടാവും. നമുക്കറിയാം, ബ്രിട്ടനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാല് പോലത്തെ ഒരു ഭാഗമുണ്ട്. അറ്റ്ലാന്റിക് ഓഷൻ്റെ ഭാഗമാണ്, പക്ഷെ അതിനെ വിളിക്കുന്ന പേര് ഇംഗ്ലീഷ് ചാനൽ എന്നാണ്. ചാനൽ എന്താ? ചാനൽ ഈസ് ദ റൂട്ട് ഓഫ്, അല്ലെങ്കിൽ വെഹിക്കിൾ ഓഫ് എ ഐഡിയ ഓർ എ മെസ്സേജ്. അപ്പോൾ ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് എന്തും ചാനലാണ്. അപ്പോൾ ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് എത്താനുള്ള മാർഗമായതുകൊണ്ടാണ് അതിന് ഇംഗ്ലീഷ് ചാനൽ എന്ന പേര് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ആദ്യം ആവശ്യമായിട്ട് വന്ന വസ്തുത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ റോഡിൻ്റെയും കനാലിൻ്റെയും നിർമ്മാണ പ്രവർത്തനമാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഇംഗ്ലണ്ടിലെ ആളുകൾ തയ്യാറായി. ഗവൺമെൻറ് അതിന് വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് തയ്യാറായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല തരത്തിലുള്ള റോഡുകളൊക്കെ ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ജാക്ക് മെറ്റ്കാഫ്, അതുപോലെ തന്നെ തോമസ് ടെൽഫോർഡ്, അതുപോലെ ജോൺ മെക്കാഡം. ജോൺ മെക്കാഡത്തിനൊന്നും ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പോൾ കൂടി 2020 പോലും പല സ്ഥലങ്ങളിലും നടത്തുന്ന ബെസ്റ്റ് ടാറിങ് എന്ന് പറയുന്നത് മെക്കാഡം ടാറിങ്ങാണ്. തൃശ്ശൂരത്തെ സ്വരാജ് റൗണ്ട്
3 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് മെക്കാഡം ടാറിങ് നടത്തിയത്. അപ്പോൾ മെക്കാഡം ടാറിങ് ഇന്നും വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ബലമുള്ള, അത്രയും ഇഫക്റ്റീവായിട്ടുള്ള റോഡ് നിർമ്മാണമൊക്കെ ഇവർ 1800-കളിലെ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ആ ഒരു അഡ്വാൻറ്റേജ് എത്രത്തോളമാണെന്ന് മനസ്സിലാവും. In 1765, Harrogate Turnpike Trust, a road construction company of Britain, employed John Metcalfe to build a 3-mile stretch of road in Yorkshire. യോർക്ക്ഷയറിൽ ഹാരോഗേറ്റ് ടേൺപിങ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ജോൺ മെക്കാഫിനെ ജോലിക്ക് വെച്ചു. ഒരു 3 മൈൽ നീളമുള്ള ഒരു റോഡ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. Although blind since the age of 6, Metcalfe was able to make extremely good road. Metcalfe was aware of importance of the efficient drainage, and his decision was to dig ditches along the sides of 6 convex rods, considerably reduce the possibility of flooding. അപ്പോൾ മെറ്റ്കാഫിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പറയുന്നത്, നല്ല റോഡ് മാത്രം പോരാ, റോഡിൻ്റെ സൈഡുകളിൽ ഏകദേശം ഒരു 6 അടിയോളം, അല്ലെങ്കിൽ അന്നത്തെ ഒരു അളവ് പ്രകാരം 6 ഇഞ്ച് വീതിയിലെങ്കിലും ഡ്രെയിനേജ് സിസ്റ്റം വേണം. കാരണം വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം റോഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊഴുകി പോകാനുള്ള ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് പിന്നീട് വെള്ളപ്പൊക്കത്തിന് വഴിതെളിക്കും. ഒരു പക്ഷേ കേരളത്തിലെ പലയിടങ്ങളിലും സംഭവിക്കുന്ന വെള്ളക്കെട്ടിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ 2018 പ്രളയം വന്നപ്പോഴൊക്കെ കേട്ടൊരു വാചകമാണ്, കടൽ വെള്ളം എടുക്കുന്നില്ല എന്ന്. ഇവിടെ നിന്ന് വരുന്ന വെള്ളത്തെ റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന്. ഇത് ശരിക്കും സംഭവിക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ ഡ്രെയിനേജ് സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ്. നമ്മളുടെ പല റോഡുകളും നോക്കിയാൽ മതി, ചിലയിടത്തൊരു 10 മീറ്ററോ 20 മീറ്ററോ അല്ലെങ്കിൽ ഒരു 1 കിലോമീറ്റർ ദൂരം ചിലപ്പോൾ കനാലുണ്ടാവും, സൈഡിൽ നമ്മൾ കാന കോരിയിട്ടിട്ടുണ്ടാവും. അതും ഇഫക്റ്റീവായിട്ട് നടക്കുന്ന കാനകൾ വളരെ ചുരുക്കമുള്ളൂ നമ്മുടെ നാട്ടിൽ. എല്ലാം പല വിധത്തിലുള്ള അഴുക്കും മാലിന്യങ്ങളും വന്നിട്ട് അടഞ്ഞു കിടക്കുകയായിരിക്കും. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ ഒരു ഫ്ലോ കൃത്യമായിട്ട് നടക്കില്ല, ഒഴുക്ക് പലപ്പോഴും തടസ്സപ്പെടും. അത് വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കും. അത് നമ്മൾ പല ആവർത്തി കേരളം കണ്ടു കഴിഞ്ഞാണ്. ഇപ്രാവശ്യവും ആ ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ മെറ്റ്കാഫൊക്കെ വളരെ മുൻപേ തൊട്ട് ഒരു 1765 റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അന്ന് പോലും അദ്ദേഹം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ചു. വെള്ളപ്പൊക്കം വരാതിരിക്കാൻ റോഡിൻ്റെ സൈഡുകളിൽ കനാൽ വേണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹം അന്നേ മുന്നോട്ട് വെച്ചിരുന്നു. This road was a success, and Metcalfe was commissioned to build a series of roads that were able to carry heavy wagons with stand wet weather. അപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ഏൽപ്പിക്കേണ്ടതായിട്ട് വന്നു. കാരണം വലിയ വലിയ ഹ്യൂജ് വാഗൺസിലൊക്കെ മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാണ്. ഒരു സൈഡിലേക്ക് റോ മെറ്റീരിയൽ കൊണ്ടുപോകുമ്പോൾ അതേ വണ്ടി തിരിച്ചു വരുമ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കും, പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഉണ്ടായിരിക്കും. അത് വിറ്റഴിച്ച് അതിനുശേഷം വീണ്ടും റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. വലിയ വലിയ ചരക്ക് നീക്കങ്ങൾ ഇങ്ങനെ ഈ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം റോഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് കൊടുത്ത സ്പെഷ്യൽ ടാസ്ക് എന്ന് പറയുന്നത് മഴയുള്ള അവസ്ഥയിലും ഈ റോഡിന് കംപ്ലൈൻറ്റ് സംഭവിക്കരുത്. അതുകൊണ്ടാണ് ആൾ കൃത്യമായിട്ട് കനാലുകൾ രൂപീകരിക്കാനും അതിലൂടെ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശ്രദ്ധിച്ചത്. Another important road builder was Thomas Telford. This talented engineer adapted idea first used by the Romans on top of foundation made from large stone blocks. വലിയ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണം ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ് തോമസ് ടെൽഫോർഡ്. ഒരുപക്ഷെ റോമൻസൊക്കെ ആദ്യമേ ഇത് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ അവരാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതി തന്നെയാണ്. പക്ഷെ അത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരികയും കല്ലുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ബലമുള്ള റോഡുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഇംഗ്ലണ്ടിന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് തോമസ് ടെൽഫോർഡ്. Telford
spread layers of large and small stones. ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകൾ 1-2 ലെയറായിട്ട്, നമ്മുടെയൊക്കെ വീടിൻ്റെ അവിടെ റോഡ് പണി നടക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ടാർ ചെയ്ത റോഡ് പണിയുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആദ്യം വലിയ കല്ലുകൾ കുറേ വിരിച്ചിടും, എന്നിട്ടത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ കല്ലുകൾ, അതിൻ്റെയും ടോപ്പിൽ വളരെ ചെറിയ കല്ലുകൾ കൊണ്ടുള്ള ഒരു കോട്ടിങ് കൂടി അടിച്ചിട്ടാണ് 3 ലെയറായിട്ടാണ് ശരിക്കും റോഡുകൾ പണിയും. ഇത് ടെൽഫോർഡ് മുൻപേ കണ്ടെത്തിയിട്ടുള്ള രീതിയാണ്. ടെൽഫോർഡ് സ്പ്രെഡ് ലെയേഴ്സ് ഓഫ് ലാർജ് ആൻഡ് സ്മോൾ സ്റ്റോൺസ്. ടെൽഫോർഡ്സ് മെത്തേഡ് വാസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് വെഹിക്കിൾ കുഡ് അസിസ്റ്റ് റാദർ ദാൻ ഡിസ്ട്രോയ് റോഡ്. ഇദ്ദേഹം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റോഡ് ഉണ്ടാക്കാനുണ്ടായ പ്രധാന കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു വലിയ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭാരം കൂടിയ ഒരു ചരക്ക് കൈമാറ്റമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റോഡുകൾ തകർന്നു പോകാനായിട്ട് പാടില്ല, വാഹനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റണം. ഹി പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ബൈ യൂസിങ് സ്മോൾ സ്റ്റോൺസ് ഓൺ ദി സർഫേസ് ഓഫ് ദ റോഡ്, the more traffic that would used the road and the more tightly compacted the stones would become. Telford's roads were very impressive. അദ്ദേഹത്തിൻ്റെ ഐഡിയയും സൂപ്പറായിരുന്നു, അദ്ദേഹത്തിൻ്റെ റോഡ് പണിയും അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം, ബട്ട് ദേ വെർ എക്സ്പെൻസീവ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ റോഡ് പണി എന്ന് പറയുന്നത് വളരെ ചിലവ് കൂടിയതാണ്. കാരണം ഇങ്ങനെ ലെയറായിട്ട് കല്ലുകളിട്ട് റോഡിനെ ബലപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. Eventually, another Scottish engineer, John Macadam, came up with a cheaper method of making good roads. അപ്പോഴാണ് ജോൺ മെക്കാഡം വരുന്നത്. അദ്ദേഹം അല്പം കൂടി എളുപ്പമുള്ള ഒരു മാർഗത്തിലൂടെ എന്നാൽ അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ശക്തമായിട്ടുള്ള റോഡുകൾ ഉണ്ടാക്കുന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. Macadam developed the view that road did not need stone foundation. His method was to spread a series of thin layers of small angular stones over subsoil base. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് മണ്ണും കല്ലും ഒരുമിച്ച് ചേർത്തിട്ട് റോഡ് പണിത് കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവ് ആവുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മണ്ണ് പിന്നീട് മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ടാറിലേക്കൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന റോഡുകൾ കടക്കുന്നത്. പക്ഷേ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് ജോൺ മെക്കാഡമാണ്. ടാറും ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് 2 ലെയർ വിരിച്ചിട്ട് അതിനെ സ്റ്റേൺ ആക്കി കഴിഞ്ഞാൽ ആ റോഡ് ഭയങ്കര ബലമുള്ളതായിരിക്കുമെന്ന് ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തി ഇദ്ദേഹമാണ്. ആഫ്റ്റർ ഈച്ച് ലെയർ വാസ് ലെയ്ഡ്, ഇറ്റ് വാസ് ലെഫ്റ്റ് ഫോർ എ വൈൽ so that the weight of the vehicle using the road could compact the stones together. അത് നമ്മളിപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ടാറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, റോഡ് റോളർ അതിൻ്റെ മേലെ കൂടെ ഉരുട്ടിക്കൊണ്ട് പോകുന്നു. അത്രയും വെയിറ്റുള്ളൊരു വാഹനം അതിലൂടെ പോയി കഴിയുമ്പോൾ ഈ കല്ലുകളൊക്കെ കൂടിച്ചേരും. ഒപ്പം നമ്മളിപ്പോൾ ടാർ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തായാലും അതവിടെ അമർന്നിരിക്കാനായിട്ട് അത് കാരണമാവും. പിന്നീട് മഴ പെയ്യുമ്പോഴും മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കല്ലുകൾ ഇളകാനും ആ റോഡിൽ കുഴി വരാനും ഒക്കെയുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കാര്യം, വളരെ ഭാരമുള്ള വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ ഒരു ലെയർ വിരിക്കും, കുറച്ച് നാളത് അങ്ങനെ തന്നെ ഇടും. അപ്പോൾ വാഹനങ്ങളൊക്കെ ഓടി ആ കല്ലുകൾ ആ റോട്ടിൽ സെറ്റാവും. അത് കഴിയുമ്പോൾ അടുത്ത ലെയർ വിരിക്കും, അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വാഹനങ്ങൾ പോയി കഴിയുമ്പോൾ അതവിടെ സെറ്റാവും. ഇങ്ങനെ 2-3 ലെയർ ഇട്ടിട്ട് നല്ല ശക്തിയുള്ള റോഡുകൾ നിർമ്മിക്കാനായിട്ട് ജോൺ മെക്കാഡത്തിന് സാധിച്ചു. These macadamized roads enabled horses to pull 3 times the load they could on other road surface. Wagons and coaches could also travel much faster on this surface. അപ്പോൾ ഇത്രയും മിനുസമാക്കിയിട്ടുള്ള നല്ല സ്മൂത്തായിട്ടുള്ള റോട്ടിൽ കൂടെ ആയപ്പോൾ കുതിരകൾക്ക് അവർ ചുമക്കുന്നതിനേക്കാൾ വിട്ട് 3 മടങ്ങ് കൂടുതൽ ചുമട് ഒരേ സമയം കൊണ്ടുപോകാനും വാഹനങ്ങൾക്ക് ഒരുപാട് ഭാരം ഉണ്ടെങ്കിലും വളരെ സുഗമമായിട്ടും സ്പീഡിയായിട്ടും യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ ടാറിങ് കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. വാട്ടർ ട്രാൻസ്പോർട്ട് ഓൾസോ റിസീവ്ഡ് great attention during the period of Industrial Revolution
many canals were constructed to transport coal to industrial centers. Transportation of goods by canals were cheaper than by roads. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരുപാട് കനാലുകൾ നിർമ്മിക്കേണ്ടി വന്നു. കാരണം റോഡ് മാർഗത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനേക്കാൾ എന്തുകൊണ്ടും ലാഭകരം കനാല് മാർഗമോ ജലമാർഗമോ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. The most important among the canal built during the period was Brindley Canal, built by James Brindley. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു കനാല് പണിയാണ്. അദ്ദേഹമാണ് ഈ കനാൽ നിർമ്മാണത്തിലൊക്കെ വളരെയധികം പേര് കേട്ട എഞ്ചിനീയറാണ്. He took 18 months to complete this 10-mile long canal connecting Wolseley Colliery and Manchester. വൂൾസ്ലെ ക്ലോറിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് വളരെ പേര് കേട്ടിട്ടുള്ള ഒരു കൗണ്ടിയാണ്. ഇന്ന് ആ മാഞ്ചസ്റ്റർ എന്ന കൗണ്ടിയുടെ പേരിൽ 2 ഫുട്ബോൾ ടീമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്നത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും. അപ്പോൾ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സിറ്റിക്ക് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം എന്ന് തുടങ്ങുന്നു അന്ന് തൊട്ടേ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൗണ്ടിയിൽ നിന്നാണ് 10 മൈൽ നീളമുള്ളൊരു കനാൽ. 10 മൈൽ എന്ന് വെച്ചാൽ ഏകദേശം 1 മൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 1.5 കിലോമീറ്ററാണ്. അപ്പോൾ 10 മൈൽ എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ നീളമുള്ള കനാലാണ് അദ്ദേഹം 10 മാസം സമയമെടുത്തിട്ട് 18 മന്ത്സ് 18 മാസം സമയമെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തത്. It was proved that canals were more profitable than roads. Consequently, so many canals were built all over the Britain. By 1838, there were 2,200 miles of canals and 1,800 miles of navigable river. അപ്പോൾ റിവർ അല്ലെങ്കിൽ കനാൽ ഉപയോഗിക്കുന്നതാണ് ട്രേഡിങ്ങിന് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിയപ്പോൾ റോഡ് നിർമ്മാണത്തേക്കാൾ വില കുറവാണ് കനാൽ നിർമ്മാണത്തിനെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരതിന് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 1838 ഏകദേശം 2200 മൈലോളം കനാലും 1800 മൈലോളം നാവിഗേറ്റബിൾ റിവേഴ്സും. റിവർ പുഴ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, പക്ഷേ എങ്കിലും അതിൻ്റെ നീളം അതിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള സാധ്യതകൾ കൂട്ടാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. At the same time, this system of waterways also provided a route to Britain's port and the profitable overseas market. At the same time, goods imported from the rest of the world would be efficiently distributed throughout Britain. അപ്പോൾ ഇത്തരത്തിലുള്ള കനാലുകളുടെയും റോഡുകളുടെയും നിർമ്മാണം വഴി വളരെ കൃത്യമായിട്ട് ചരക്ക് നീക്കത്തിനും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് മറ്റ് ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എളുപ്പത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഇംഗ്ലണ്ടിന് തുറന്നു കിട്ടി. ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് വാസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അടുത്തത് കരമാർഗം കഴിഞ്ഞു, ജലമാർഗം കഴിഞ്ഞു, ഇനിയുള്ളത് റെയിൽവേയുടെ കോൺട്രിബ്യൂഷനാണ്. ഫോർ മെനി ഇയേഴ്സ് ഇൻ ബ്രിട്ടൻ coal was transported from mines to waterways by rail lines. അപ്പോൾ കോളിൻ്റെ കൈമാറ്റം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആദ്യ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചത് കരമാർഗം, പിന്നീട് ജലമാർഗം, ഇപ്പോഴത്തെ റെയിൽ ലൈൻസിലേക്ക് അത് വഴിമാറുകയാണ്. Horses were carrying wagons through wooden rails. By the growth of iron industry, wooden rails were replaced by iron rails. Steam power came to be applied to locomotive by the beginning of the 19th century. അപ്പോൾ ആദ്യം റെയിൽ പാളങ്ങൾ ഉണ്ടാക്കിയത് മരം ഉപയോഗിച്ചിട്ടായിരുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോകും. മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അത് കേടാവും. ഈ സമയത്താണ് അയൺ ഇൻഡസ്ട്രി, ഇരുമ്പിൻ്റെ ഉൽപ്പാദനം ശക്തമാവുന്നതും അത് വളരെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള റെയിൽ പാതകൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു. കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെയിൽ പാളങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് സാധിച്ചു. The first steam locomotive called the Rocket was constructed by George Stephenson.
ജോർജ് സ്റ്റീഫൻസൺ ആണ് ആദ്യമായിട്ട് ട്രെയിനിൻ്റെ ഒരു പതിപ്പായിട്ടുള്ള ലോക്കോമോട്ടീവ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനൊരു പേരിട്ടതും റോക്കറ്റ് എന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കൂ, അതിന് മാക്സിമം ഒരു 29-30 കിലോമീറ്റർ വേഗത്തിലാണ് യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒരു മണിക്കൂറിൽ. അതേസമയം ഇന്നത്തെ ട്രെയിനിൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കുക, 60, 70, 100 മൈൽ വേഗത്തിൽ പോകുന്ന ട്രെയിനുകൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. 450, 600 മൈൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇനി നമ്മുടെ ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിനുകൾ എന്ന് പറയുന്ന ട്രെയിനുകളൊക്കെ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൺ ഇന്ത്യ പോലും അത്തരത്തിലൊരു ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനിൽ നിന്നും കടമെടുക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. In 1825, he constructed a railway line connecting Stockton and Darlington. Stephenson introduced great improvement on the steam engine. In 1830, the first train service for transporting passengers as well as goods was opened between Liverpool and Manchester. രണ്ടും കേട്ടുപരിചയമുള്ള സ്ഥലങ്ങളാണ്. രണ്ടിൻ്റെ പേരിലും ഇംഗ്ലണ്ടിൽ ഇപ്പോഴും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഫുട്ബോൾ ടീമുകളുള്ള സ്ഥലങ്ങളാണ്. ലിവർപൂളിൻ്റെ ടീമുണ്ട്, മാഞ്ചസ്റ്ററിന് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 2 ടീമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ലിവർപൂളിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്കാണ് ആദ്യത്തെ ട്രെയിൻ യാത്ര. പാസഞ്ചേഴ്സിന് കൊണ്ടുപോകാനായാലും അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ കൈമാറ്റത്തിനായാലും ആദ്യത്തെ ട്രെയിൻ സർവീസ് നടന്നത് മാഞ്ചസ്റ്റർ ടു ലിവർപൂൾ. വർഷം ഓർത്തു വയ്ക്കുക, ഇൻ 1830, 1830. This locomotive also designed by Stephenson. Its speed was only 29 miles per hour. 29 മൈലാണ് ഒരു മണിക്കൂറിൽ അതിന് സ്പീഡുള്ളത്. Communication field also developed during the 19th century. The significant improvement in the communication field was the introduction of telegraph and telephone. ഞാൻ പറഞ്ഞു, ഓരോ സന്ദേശങ്ങളും കൈമാറേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതും വളരെ ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണം. അപ്പോൾ അതിന് സഹായിച്ച 2 ഘടകങ്ങളാണ്, ഒന്ന് ടെലഗ്രാഫും മറ്റൊന്ന് ടെലഫോൺ. ഇലക്ട്രിക് ടെലഗ്രാഫ് വാസ് ഇൻവെൻറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് റിസർച്ചസ് ഓഫ് ഫാരഡേ, വോൾട്ട ആൻഡ് അതർ പയനിയേഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ സ്റ്റഡി. കാൾ സ്റ്റെയിൻഹീൽ in Germany, Charles Wheatstone in England, and Samuel Morse in America invented the electric telegraph independently. ഇപ്പോൾ ടെലഗ്രാഫൊക്കെ നിന്നു, കാരണം മൊബൈൽ വന്നു. മൊബൈലിൽ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടും ഇഫക്റ്റീവായിട്ടും ആശയവിനിമയത്തിന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ അറ്റ് എ ടൈം 3 രാജ്യങ്ങളിലും നടന്നു എന്നുള്ളതാണ്. ആഫ്റ്റർ 1845, ടെലഗ്രാഫ് സിസ്റ്റം വാസ് വൈൽഡ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ യൂറോപ്പ്. ബൈ ദ എൻഡ് ഓഫ് 19th century, all important commercial centers of the world were connected by telegraph. Alexander Graham Bell made experiments with sound waves and invented telephone in 1876. 1876 അലക്സാണ്ടർ ഗ്രാം ബെൽ എന്ന വ്യക്തി ആദ്യമായിട്ട് ടെലഫോണിൻ്റെ ഒരു മോഡൽ കണ്ടെത്തി. Another important development in the field of communication was the introduction of penny post by Rowland Hill in 1840. അപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് പെന്നി പോസ്റ്റ് എന്ന പേരിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് റോളണ്ട് ഹിൽ എന്ന് പറയുന്ന വ്യക്തി 1840. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ട് മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ആദ്യം റോഡ് മാർഗം, അതിനുവേണ്ടി റോഡ് ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി പറഞ്ഞു. പിന്നെ ജലമാർഗം, അതിനുശേഷം ജലമാർഗം കഴിഞ്ഞ് പിന്നെ ട്രെയിൻ മാർഗം, അതിനുശേഷമാണ് കമ്മ്യൂണിക്കേഷനിലുണ്ടായ ഡെവലപ്മെൻറ്റ് നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇനി ഇഫക്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. വ്യവസായവൽക്കരണം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്ത് ചേഞ്ചാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടുവന്നതെന്നുള്ളതാണ്. 6 ഡെവലപ്മെൻറ്റ് ഇഫക്ട്സ് ആണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ 6 മാറ്റങ്ങളാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ട് ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് 6 മാറ്റങ്ങൾ എന്ന് നമ്മൾ എണ്ണി തന്നെ പഠിക്കാനായിട്ട് പോവാണ്. സോ ഫസ്റ്റ് വൺ,
The result of the Industrial Revolution are numerous and far-reaching. Ramsay Muir commented that the Industrial Revolution was a mighty but silent upheaval. The Industrial Revolution brought about dramatic changes in nearly every aspect of the British society, including demographics, politics, social structures, and institutions and the economy. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ശരിക്കും ഒരു വ്യവസായത്തെയോ ട്രേഡിനെയോ മാത്രം ബാധിച്ചൊരു വിഷയമല്ല. ഇംഗ്ലണ്ടിൻ്റെ സൊസൈറ്റിയിലെ എൻറ്റയർ സിസ്റ്റത്തിനെയും ബാധിച്ചു. പൊളിറ്റിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യലായിക്കോട്ടെ, കൾച്ചറലായിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷണലായിക്കോട്ടെ, എല്ലാ മേഖലയെയും വ്യക്തമായിട്ട് ബാധിച്ചൊരു ഇൻസിഡൻ്റാണ് നമ്മളീ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, റൈസ് ഓഫ് ക്യാപിറ്റലിസം വാസ് എൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. Capitalism refers to an economic system based upon private ownership. അടിവരയിട്ട് പറയുന്നു, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദെയർ ഓപ്പറേഷൻ ഫോർ പ്രോഫിറ്റ്. പ്രൈവറ്റ് ഓണർഷിപ്പ് എന്തിൻ്റെ പുറത്ത്? മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ? 4 എണ്ണമാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നറിയപ്പെടുന്നു. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ. ഇതിൽ ലാൻഡ്, ഭൂമി എന്തായാലും വേണം. അതിപ്പോൾ ഒരു കൃഷി ആയാലും ഒരു വ്യവസായശാല തുടങ്ങാനായാലും എല്ലാത്തിനും ലാൻഡ് വേണം. അത് മസ്റ്റായിട്ടുള്ളൊരു നെസസിറ്റിയാണ്. രണ്ടാമത്തത് ലേബർ. ലാൻഡ് ഉണ്ടായതുകൊണ്ട് മാത്രം പ്രൊഡക്ഷൻ നടക്കില്ല. ലേബേഴ്സ് എന്തായാലും വേണം. ഈവൻ മെഷീൻസ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ പോലും ഒരു പണിക്കാരനെങ്കിലും അതിൻ്റെ അടുത്ത് വേണം. തേർഡ് വൺ, ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇല്ലാതെ ലാൻഡ് ഇല്ല, ലേബർ ഇല്ല. കാരണം ക്യാപിറ്റൽ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ മേടിക്കാനും ഇതിനൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും പറ്റുള്ളൂ. ഇനി ഫോർത്ത് വണ്ണാണ് എൻ്റർപ്രണർ. എന്തിനാണ് എൻ്റർപ്രണറിൻ്റെ ആവശ്യം? ക്യാപിറ്റൽ മുടക്കുന്ന ആൾക്ക് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ അതിൻ്റെ കോർഡിനേഷനും കൂടി വേണ്ടിയിട്ടാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ആവശ്യം. ഇവിടെ ക്യാപിറ്റലും എൻ്റർപ്രണറും ഒരാളുടെ കയ്യിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ 4ൽ 2 ഒരാളുടെ കയ്യിലും, ബാക്കിയുള്ള ഈ ലാൻഡും പൈസയുള്ള ആളുടെ കയ്യിൽ തന്നെ ലാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷനിലെ 3 ഭാഗവും ഒരാളുടെ കയ്യിൽ തന്നെയാണ്. പിന്നെ ഉള്ളത് ലേബർ മാത്രമാണ്. അപ്പോൾ ഈ ലേബറിനെ കൃത്യമായിട്ട് ആര് ചൂഷണം ചെയ്യും? 3 ഭാഗം കയ്യിലുള്ളവൻ ഒരു ഭാഗം മാത്രം, ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മാത്രം കയ്യിലുള്ളവനെ ചൂഷണം ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ 3ഉം ഒരാളുടെ കയ്യിലേക്ക് വരുന്ന ഈ ക്യാപിറ്റലിസ്റ്റ് രീതി ഇംഗ്ലണ്ടിൽ വരാൻ കാരണം ഈ വ്യവസായവൽക്കരണമാണ്. വ്യവസായത്തിലൂടെ പൈസക്കാരായിട്ട് മാറിയ ഒരു കൂട്ടം മിഡിൽ ക്ലാസ് പീപ്പിൾ, അവരെ വിളിക്കുന്ന പേരാണ് ബൂർഷോയ്സ്. ആ ബൂർഷ ക്ലാസ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ട് ഇംഗ്ലണ്ട് മാറുന്നതും ക്യാപിറ്റലിസത്തിലൂടെ അവർ ഡെവലപ്പ് ചെയ്തു പോകുന്നു. വിത്ത് പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ ദി കോളനീസ് ആൻഡ് ദ റൈസ് ഇൻ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, capitalism was on a rise in Britain. Factory owners and others who controlled the means of production rapidly became very rich and had more money to invest in technology and industry. അപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ 3ഉം കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർ സമ്പന്നരാവാനും അവരത് തന്നെ ഇവരുടെ ഇതിലേക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനും അതിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാനും തുടങ്ങി. In those times, only the wealthy could vote in Britain. അടുത്ത ഒരു കടുത്ത നീതി, ഇംഗ്ലണ്ടിൽ വോട്ടവകാശം ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പൈസയുള്ള ഒരാളായിരിക്കണം. പൈസയുള്ളവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. അതുകൊണ്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ. ബാക്കിയുള്ളവർ വോട്ടിങ്ങിൽ നിന്നും പുറത്താക്കപ്പെടും. In those times, only wealthy could vote in Britain. The voters come only 3% of the population. Industrial capitalists gradually replaced agrarian land owners as leaders of the nation's economy and power structure. With economic and political power, they were in many ways the new rulers of the nation.
അപ്പം ഇങ്ങനെ കൃഷിയിലൂടെ കാശുണ്ടാക്കിയിരുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ട്രേഡിലൂടെ പൈസ ഉണ്ടാക്കുന്ന ഒരു പുതിയ വിഭാഗം ഉയർന്നു വന്നപ്പോൾ അവർ ഇംഗ്ലണ്ടിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളായിട്ട് മാറാനായിട്ട് തുടങ്ങി. അവരുടെ കയ്യിലേക്ക് രാജ്യത്തിൻ്റെ ഭരണം ചുരുങ്ങാനായിട്ട് സാഹചര്യമുണ്ടായി. സെക്കൻഡ് വൺ, urbanization was the another impact of industrial revolution. The rise of the cities was one of the most lasting feature of the industrial revolution. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ടുണ്ടായ രണ്ടാമത്തെ ഇമ്പാക്റ്റാണ് അർബനൈസേഷൻ, നഗരവൽക്കരണം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഇൻഡസ്ട്രി ഉണ്ടാകുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നവർ അതിൻ്റെ ചുറ്റുപാടുമുള്ള ഏരിയയിൽ തന്നെ താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കും. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ അവർ തന്നെ അവിടെ ആരംഭിക്കും. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ ആരംഭിക്കും. സ്കൂളുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് നല്ല റോഡുകൾ നിർമ്മിക്കും. ഗതാഗത സൗകര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. ഗതാഗതവും എഡ്യൂക്കേഷനും ഒക്കെ ഇമ്പ്രൂവ് ആവുന്നതിനോട് കൂടി ചേർന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവും. ട്രാൻസ്പോർട്ടേഷൻ കൂടുമ്പോൾ റോഡുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും, സൗകര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. ഇങ്ങനെ പതിയെ ഒരു സിറ്റി രൂപീകരിക്കപ്പെടും. സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശം. അതുകൊണ്ടാണ് അർബനൈസേഷൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു എന്ന് കണക്കാക്കുന്നു. In pre-industrial society, almost 80% of the people lived in the rural area dependent on farming and animal husbandry. The growth in the population due to the agricultural revolution and the rise of industries had reduced the opportunities in rural areas. ഇൻഡസ്ട്രീസ്, വ്യവസായശാലകൾ ഒരുപാട് ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ പതിയെ എന്തുണ്ടായി? ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ സാധ്യതകൾ വളരെയധികം കുറയാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനൊന്ന് ഓവർകം ചെയ്യാനായിട്ട് വേറൊരു മാർഗം അവരുടെ മുൻപിൽ ഇല്ലാതായി. It caused a large migration to the industrialized cities. The number of the cities with population of more than 20,000 in England and Wales rose from 12 in 1800 to nearly 200 at the close of the century. Industrial revolution led to the growth of the redistribution of population. അപ്പോൾ ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിൽ സാധ്യതയും ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാണ്ടായപ്പോൾ അവരൊക്കെ വ്യവസായങ്ങളുള്ള സിറ്റികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് സിറ്റീസിൻ്റെ എണ്ണം കൂട്ടാനും സിറ്റീസിലെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാനും കാരണമായി തീർന്നു. തേർഡ് റിസൾട്ട്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആക്സിലറേറ്റഡ് ദ പ്രോസസ് ഓഫ് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം. സാമ്രാജ്യത്വവൽക്കരണവും കോളനിവൽക്കരണവും ദ്രുതഗതിയിലാവാനുള്ള കാരണം ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊളോണിയലിസത്തിനും ഇമ്പീരിയലിസത്തിനും കാരണമാവുന്നത്? വ്യവസായശാലകൾ തുടങ്ങിയാൽ മാത്രം പോരാ, അതിന് പറ്റിയ റോ മെറ്റീരിയൽസ് കിട്ടണം. അത് കളക്ട് ചെയ്യണമെങ്കിൽ കോളനികളിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ചീപ്പർ റേറ്റിന് കളക്ട് ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് കോളനികളുടെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കോളനികളെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നും റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് സമ്പന്നരാവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ മെയ്ഡ് ഇംഗ്ലണ്ട് റിച്ച് ആൻഡ് പ്രോസ്പെറസ്. The capitalist needed cheap raw materials for feeding their industries and worldwide market for their products. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. Colonies were needed for their economic benefit. Yes, England was the land of industrial revolution. Her quest for colonies overwhelmed all other European powers. അപ്പോൾ ഇവിടെ കോളനിയുടെ ആവശ്യമെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യും വേണം, ഒപ്പം തന്നെ ഇവരുണ്ടാക്കുന്ന ഗുഡ്സിനെ വിറ്റഴിക്കാനുള്ള മാർക്കറ്റ്, വിപണിയുമായിട്ട് നിലകൊള്ളുകയും വേണം. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ആദ്യമായിട്ട് ആരംഭിച്ചത് ഇംഗ്ലണ്ടിലായതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് വളരെ കൃത്യമായിട്ട് കോളനികൾ ഉണ്ടാക്കിയെടുക്കാനും അതിനുപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനും തുടങ്ങിയപ്പോൾ അത് മറ്റ് രാജ്യങ്ങളും പകർത്താൻ തുടങ്ങി. യൂറോപ്യൻ പവേഴ്സ് കോമ്പീറ്റഡ് ഫോർ കോളനീസ്. Indirectly, industrial revolution sowed the seeds of race for armament, war, aggressive nationalism
ആൻഡ് ഹേറ്റഡ് ഓൾ ഓവർ ദി വേൾഡ്. ലോകത്ത് ശത്രുതയും വിദ്വേഷമൊക്കെ വളർത്തിയെടുക്കാനും യുദ്ധങ്ങൾ ഉണ്ടാവാനൊക്കെ കാരണമായി തീർന്നതും കൂടി ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. ഫോർത്ത് പോയിന്റ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ലേബർ ക്ലാസ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വാസ് അനദർ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി, ഇവിടെ പറയുന്നു ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാവാനായിട്ടത് കാരണമായി. ആസ് എ റിസൾട്ട് ഓഫ് ദി ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ and large scale loss of employment in the agricultural sector, many jobless people migrated to industrial cities. Factory owners with the single aim of maximum profit employed the laborers at low wages. അപ്പോൾ അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നഷ്ടം സഹിക്കാൻ വയ്യാതായപ്പോൾ പലരും സിറ്റികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അവിടുത്തെ വ്യവസായശാലകളിൽ പണിയെടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഒരുപാട് പേര് പണിയെടുക്കാൻ തയ്യാറായി വന്നപ്പോൾ അവരുടെ വേജ് വളരെയധികം കുറയാനായിട്ട് തുടങ്ങി. കാരണം എത്ര വേജ് കുറച്ചാലും പണിയെടുക്കാൻ ആളെ കിട്ടുന്നൊരു സാഹചര്യം ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വുമൺ ആൻഡ് ചിൽഡ്രൻ ഓൾസോ വെർ യൂസ്ഡ് ഫോർ മാനുവൽ ലേബർ. അറ്റ് ദാറ്റ് ടൈം there were no labor regulation and employers had enough freedom to exploit their laborers. അവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളോ തൊഴിലാളി സംരക്ഷണം ഏർപ്പെടുത്തുന്ന ഗവൺമെൻറ്റോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റിന് സ്വന്തം ഇഷ്ടപ്രകാരം അവരെ ചൂഷണം ചെയ്യാനുള്ളൊരു അവസരം അവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തു. ദർ വാസ് ലോങ് വർക്കിംഗ് അവേഴ്സ് ആൻഡ് ലോ വേജസ്. നീണ്ട പണിയെടുക്കുന്ന സമയം 12-14 മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി വരിക, എന്നിട്ടും തുച്ഛമായിട്ടുള്ള ശമ്പളം. വുമൺ ആൻഡ് ചിൽഡ്രൻ were forced to do difficult jobs. The surroundings of the factory were crowded, dirty and polluted. They had no bargaining power as they could not organize. അപ്പോൾ ജനങ്ങളുടെ ജീവിത രീതിയും ജീവിത സാഹചര്യവും വളരെ മോശമായിരുന്നു. കാരണം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും റെയിൽവേ സ്റ്റേഷനോടൊക്കെ ചേർന്ന് സ്ലംസ് ഉണ്ടാകുന്നു, ചേരികൾ. കാരണം അവർക്ക് അത്രയും അവരുടെ വേജ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു രീതിയിലുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഹൗസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവർ ചെറിയ സാഹചര്യത്തിൽ ഒതുങ്ങിക്കൂടുന്നു. അത് കൃത്യമായിട്ട് കമ്പനികൾ മുതലെടുക്കാനായിട്ട് തുടങ്ങി. ഫിഫ്ത്ത് വൺ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബ്രോട്ട് അബൌട്ട് സം ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ചേഞ്ചസ് ഇൻ ഇംഗ്ലണ്ട്. ഇറ്റ് ക്രിയേറ്റഡ് 2 സോഷ്യൽ ക്ലാസസ്. ഏറ്റവും വലിയ പ്രശ്നം, ഇംഗ്ലണ്ടിലെ 2 ഡിവിഷനാക്കി തിരിക്കാൻ കാരണമായി. ഫസ്റ്റ് വൺ വർക്കിംഗ് ക്ലാസ് ആൻഡ് ദ സെക്കൻഡ് വൺ ബൂർഷോയ് ഓർ ക്യാപിറ്റലിസ്റ്റ്. ക്യാപിറ്റലിസ്റ്റ് എന്നും വിളിക്കാം, ബൂർഷ എന്നും വിളിക്കാം. രണ്ടാമത്തേത് വർക്കിംഗ് ക്ലാസ് ആണ്, പണിയെടുക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ജനം. ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ് എസ്പെഷ്യലി ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ലെഡ് ടു വാരിയസ് മൂവ്മെൻറ്റ് ഓഫ് സോഷ്യൽ പ്രൊട്ടസ്റ്റ്. സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും നമുക്കറിയാം ബാലവേല എന്നൊക്കെ പറയും. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെ വരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികൾക്ക് ഖനികളിൽ ഉൾപ്പെടെ ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിനെതിരെയൊക്കെ വളരെ വലിയ പ്രൊട്ടസ്റ്റ് ഇംഗ്ലണ്ടിൽ നടന്നിട്ടുണ്ട്. ദ ചാർട്ടർ ഓഫ് ദി സ്റ്റേറ്റ് ഓൾസോ അണ്ടർവെൻറ്റ് എ ട്രാൻസ്ഫോർമേഷൻ. ദ സ്റ്റേറ്റ് ബിഗാൻ ടു ഡ്രോപ്പ് ദി ഓൾഡ് ഐഡിയ ഓഫ് ലേസസ് ഫെയർ ആൻഡ് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് റീച്ച് ടു economic and social affairs. It assumed new responsibilities including the welfare of women and children. അപ്പോൾ അതുവരെ ജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാതെ മാറി നിന്നിരുന്ന ഗവൺമെൻറ് അവരെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആക്കി വിട്ടിരിക്കുകയായിരുന്നു. ലെറ്റ് ദം ഫ്രീ, ലേസസ് ഫെയർ, അതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പോളിസി. അതിൽ നിന്ന് ഗവൺമെൻറ് അല്പം ഒന്ന് വ്യതിചലിച്ചുകൊണ്ട് ജനങ്ങളുടെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനും അതിനു വേണ്ട ഉന്നമനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറായി. At first, the government was under the influence of the capitalist, but they soon realized that it was impossible to follow the policy of non-interference in the matters of the labor class. ആദ്യമൊക്കെ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും മുതലാളിമാരുടെ കയ്യിലായിരുന്നു. അവരുടെ സമ്പത്തിൽ നിന്നുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ പിന്നീട് രാജ്യത്തിനും ഗവൺമെൻറ്റിനൊക്കെ തിരിച്ചറിവുണ്ടായി, ഇവരെങ്ങനെ കുത്തഴിഞ്ഞ് വിട്ടിട്ട് കാര്യമില്ല. കാരണം ഇവർ കൂടുതലായിട്ടും ലേബർ ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഈ എക്സ്പ്ലോയിറ്റേഷൻ തടയണമെങ്കിൽ നല്ല നിയമനിർമ്മാണം വേണം. അതിനനുസരിച്ചുകൊണ്ട് ആ നിയമനിർമ്മാണത്തെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. അതുകൊണ്ട് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഇടപെടാനായിട്ട് തുടങ്ങി. ദ ഗവൺമെൻറ് ടുക്ക് മെഷേഴ്സ് ടു എക്സ്റ്റെൻഡ് ഫ്രാഞ്ചൈസ് ടു ദ ഇൻഡസ്ട്രിയൽ ടൗൺസ്
and give them seat in parliament. Measures were taken to alleviate sufferings of the people. അപ്പോൾ പതുക്കെ പൈസയുള്ളവർ മാത്രം വോട്ടവകാശം എന്നുള്ള രീതിയൊക്കെ മാറ്റി പൈസ ഇല്ലാത്തവനും പാവപ്പെട്ടവനും പണിയെടുക്കുന്നവനും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനും വോട്ട് ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ പല ഘട്ടങ്ങളായിട്ട് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ പതിയെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറായി. ആൻഡ് ദ സിക്സ്ത് ഇമ്പാക്റ്റ് വാസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ലിങ്ക്ഡ് ആൻഡ് മെയ്ഡ് ഓൾ ദി കൺട്രീസ് ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ലോകത്ത് എല്ലാ രാജ്യങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയായിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മാറി. കാരണം ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തി കൊടുത്തു. Without the Industrial Revolution, international linking would not have been possible. Each and every country came closer and closer, and their dependence upon each other came a paramount feature of the new order of things. അപ്പോൾ ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നും ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതും മറ്റ് രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവർ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അതാണ് 6 ഇഫക്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ഭാഗമാണ് ആദ്യം എടുത്തത്. അതിൽ നമ്മൾ പറഞ്ഞു റോഡ് മാർഗ്ഗമാണ് ഏറ്റവും ആദ്യം ചരക്ക് കൈമാറ്റം കൂടുതലായിട്ട് നടന്നത്. അത് വളരെ കോസ്റ്റ്ലിയും അതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് മാത്രമേ ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി. എങ്കിലും നല്ല റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആളുകളുണ്ടായി. മെക്കാഡം അതുപോലെ തന്നെ മെറ്റ്കാഫ് പോലെയുള്ള ആളുകളൊക്കെ കടന്നു വന്നു. പിന്നീട് സീ മാർഗം അല്ലെങ്കിൽ വാട്ടർ മാർഗം ചരക്ക് കൈമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി കനാലുകളും നാവിഗേറ്റബിൾ റിവേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ട്രെയിൻ എന്ന് പറയുന്നതിൻ്റെ സാധ്യതയെ കണ്ടെത്തുന്നതും. അതിനുശേഷം ജോർജ് സ്റ്റെഫൻസൺ അദ്ദേഹം ആദ്യമായിട്ട് മരത്തിൽ തീർത്ത റെയിൽ പാളം ക്രിയേറ്റ് ചെയ്യുകയും എന്നാൽ മരം റെയിൽ പാളത്തിന് യോജിച്ചതല്ല എന്ന് തിരിച്ചറിയുകയും അയേണിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗവും കണ്ടെത്തലും ശക്തമായിട്ടുള്ള റെയിൽ പാളങ്ങളും അതുപോലെ തന്നെ ആവിയന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ലോക്കോമോട്ടീവ്സൊക്കെ നിർമ്മിക്കാനായിട്ട് കാരണമായി. പിന്നീട് കടന്നു വന്നത് ടെലഗ്രാഫാണ്. ടെലഗ്രാഫിന് ശേഷം ഏറ്റവും അവസാനം അലക്സാണ്ടർ ഗ്രാം ബെല്ല് ടെലിഫോൺ കണ്ടുപിടിക്കുന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഏറ്റവും വേഗത്തിലേക്ക് എത്താനായിട്ട് അത് കാരണമായി തീർന്നു. പിന്നീട് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടുണ്ടായ 6 പ്രധാനപ്പെട്ട ഇഫക്റ്റ് ലോകത്തും ഇംഗ്ലണ്ടിലും വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. ഒന്നാമത്തേത് റൈസ് ഓഫ് ക്യാപിറ്റലിസം. അതെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ തുടർന്നുണ്ടായ അവർ ട്രേഡിലൂടെ ലാഭം നേടിയെടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ മെർക്കൻറ്റലിസ്റ്റ് ഗ്രൂപ്പ് അത് അവരുടെ തന്നെ ട്രേഡിലും ഇൻഡസ്ട്രിയിലും അത് ഇൻവെസ്റ്റ് ചെയ്യാനും അവർ ക്യാപിറ്റലിസ്റ്റായിട്ട് മാറാനും തുടങ്ങി. മറ്റൊന്ന് അർബനൈസേഷനാണ്. ഒരു ഫാക്ടറിയോ ഒരു ഇൻഡസ്ട്രിയോ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവിടെ തന്നെ ആ ചുറ്റുപാടിൽ തന്നെ ജീവിക്കുന്ന ഒരു രീതി ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അഗ്രികൾച്ചറിൽ നിന്ന് വിട്ട് ഗ്രാമപ്രദേശങ്ങളെ വിട്ട് സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ഇൻഡസ്ട്രിയോട് ചേർന്നുള്ള താമസ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും കാരണമായി. മറ്റൊന്നുള്ളത് കൊളോണിയലിസത്തെയും ഇമ്പീരിയലിസത്തെയും ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. റോ മെറ്റീരിയലിന് വേണ്ടിയും പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിൻ്റെ മാർക്കറ്റിന് വേണ്ടിയിട്ടും ഈ പറയുന്ന കോളനികളെ ഉപയോഗിച്ചു. നാലാമത്തേത് ലേബർ ക്ലാസ് അനുഭവിച്ചിരുന്ന എക്സ്പ്ലോയിറ്റേഷനാണ്. ബൂർഷേഴ്സിനെ നിയന്ത്രിക്കാനോ അവർക്ക് വേണ്ടിയിട്ട് ലേബർ ക്ലാസ്സിന് വേണ്ടി സംസാരിക്കാനോ ആരും തന്നെ ഉണ്ടാവാതിരിക്കുകയും ജോലി സമയം കൂടുതലും കുറഞ്ഞ വേതനം കൊടുത്ത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു രീതി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അഞ്ചാമത്തേത് ഇംഗ്ലണ്ടിലെ സോഷ്യൽ സിസ്റ്റത്തിൽ 2 ക്ലാസ് ഉണ്ടാവാൻ കാരണമായി. ഒന്ന് വർക്കിംഗ് ക്ലാസ്സും മറ്റൊന്ന് ബൂർഷോയ്സും. ഇവർ തമ്മിലുള്ള ക്ലാഷും ഇതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഇംഗ്ലീഷ് ഗവൺമെൻറ് ജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനും ലെയ്സസ് ഫെയർ എന്നുള്ള സിദ്ധാന്തം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ ഒന്നിലും ഇടപെടാത്തുള്ള രീതി മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾക്കും പണിയെടുക്കുന്നവൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളാൻ ഗവൺമെൻറ് തയ്യാറായി. 6th വൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ രാജ്യങ്ങളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു കണക്ഷനായിട്ട് മാറി. എല്ലാവരും ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളായി. കാരണം ഇൻ്റർ കണക്റ്റഡ് ആവാതെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് രാജ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്.
എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സേഫായിട്ട് തന്നെ ഇരിക്കുക. ഈ ഒരു കാലഘട്ടം കടന്നു പോകുന്നതിന് വേണ്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുക. താങ്ക് യു.